ആദ്യമായി പറയാനുള്ളത് മേടം രാശിക്കാരുടെ കാര്യമാണ്. 2024 മേടം രാശിക്കാർക്ക് വളരെ നല്ല സമയമായിരുന്നു. വ്യാഴം 2-ലും ശനി 11-ലും. 11-ലെ ശനി വളരെ നല്ല ഫലങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുമാതിരി 2-ലെ വ്യാഴം ധനപരമായ ഉയർച്ച, വാക്കുകൊണ്ട് നല്ല സുഖങ്ങൾ, ഗുണങ്ങൾ, ഉയർച്ച അതെല്ലാം കൊടുത്തിട്ടുണ്ട്. 11-ലെ സർവാഭിഷ്ട സ്ഥാനത്ത് ശനി നിൽക്കുന്ന സമയത്ത് എല്ലാ ആഗ്രഹങ്ങളും ഒരുവിധം സാധിച്ചിട്ടുണ്ടാവും, പല ആഗ്രഹങ്ങളും നടക്കാത്ത സാധിച്ചിട്ടുണ്ടാവും, ധനപരമായ ഉയർച്ച ഉണ്ടാവും. ഇതിന് മാറ്റങ്ങൾ വരും. കാരണം ശനി 2025 മാർച്ചിൽ മാറാൻ പോവാണ്. ശനി 12-ലേക്ക് പോവാണ്. അതുമാതിരി വ്യാഴം മെയ്യിൽ വ്യാഴം 2-ൽ നിന്ന് 3-ലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും ദോഷസ്ഥാനത്തേക്കാണ് പോകുന്നത്. നമുക്ക് നോക്കാം മേടം രാശിക്കാർക്ക് എന്താ സംഭവിക്കണമെന്ന്. ശനി പ്രസൻറ്റിൽ 11-ൽ നിൽക്കുമ്പോൾ മേടം രാശിക്കാർക്ക് ധനപരമായി നല്ല ഉയർച്ച 2024 ഉണ്ടായിട്ടുണ്ടാവും. മാർച്ച് വരെ അത് തുടരുകയും ചെയ്യും. ശനി 11-ൽ നിൽക്കുമ്പോൾ സ്ഥാനത്തായ 11-ൽ ശനി നിൽക്കുന്ന സമയത്ത് പല ആഗ്രഹങ്ങളും വീട് വാങ്ങാനോ ഒരു കാറ് വാങ്ങാനോ ഇതൊക്കെ ആഗ്രഹിച്ചവർക്ക് ഒന്നുമില്ലെങ്കിൽ തുടക്കം കുറിക്കാനെങ്കിലും പറ്റിയിട്ടുണ്ടാവും. അതുമാതിരി ശത്രുക്കളൊന്നും നമ്മൾ എതിരെ ചെയ്യുന്നൊന്നും ഫലിക്കാണ്ടിരിക്കുക, നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന പല കാര്യങ്ങളിലും നമ്മൾ വിചാരിക്കണേക്കാളും സ്മൂത്തായിട്ട് നീങ്ങുക, ഒരു കാര്യവിജയമൊക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കുടുംബത്തിൽ തന്നെ ഒരു സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവും. ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ നല്ല ഐക്യത്തോടെ പോകാൻ പറ്റിയിട്ടുണ്ടാവും ശനിയുടെ 11-ലെ സ്ഥാനം കൊണ്ട്. അതുമാതിരി ഓഫീസിലാണെങ്കിലും നല്ല സഹപ്രവർത്തകരുടെ നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ടാവും, മേലധികാരികളുടെ നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ടാവും, നല്ല ഉയർച്ചയും കാര്യങ്ങളൊക്കെ ഓഫീസിൽ അവർക്ക് 11-ലെ ശനികളുണ്ട് ഈ സമയത്ത് 2024 ഉണ്ടായിട്ടുണ്ടാവും. മാർച്ച് വരെ അത് തുടരും. ഈ മാർച്ച് കഴിഞ്ഞ ശനി 12-ലേക്ക് പോവാണ് 11-ൽ നിന്ന്. 12-ൽ ശനി പോകുമ്പോൾ മോശം ഫലങ്ങളായിരിക്കും മേടം രാശിക്കാർക്ക് കൊടുക്കാൻ പോകുന്നത്. 12-ൽ ശനി പോകുന്നതായ സമയത്ത് മെയിനായിട്ട് ചിലവുകളുണ്ടാവും, ദുർച്ചിലവുകൾ ധാരാളമായിട്ടുണ്ടാവും. പണം നമുക്ക് വരണേക്കാൾ കൂടുതൽ നമുക്ക് ചിലവാക്കേണ്ടതായ സാഹചര്യങ്ങൾ വരും. നമ്മളെത്ര സൂക്ഷിക്കാൻ നോക്കിയാലും അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ധനപരമായി നമുക്ക് വരാനുള്ള ധനം എന്തെങ്കിലും തടസ്സങ്ങൾ പറഞ്ഞ് മുടങ്ങിക്കെടുക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരാം. ജോലി സ്ഥലത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ജോലി സ്ഥലത്ത് നമ്മൾ വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാണ്ട് വരിക, ഒരു മടിയൊക്കെ തോന്നുക, ശാരീരികമായ എന്തെങ്കിലും ചില്ലറ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുക, മാനസികമായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മാനസികമായും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ശത്രുക്കളൊക്കെ നമുക്കെതിരെ പ്രവർത്തിക്കുക, അതിന് ആ പ്രവർത്തിക്കുന്നതായ കാര്യങ്ങൾ പലതും നടക്കുക, അങ്ങനെയുള്ള ചില്ലറ ബുദ്ധിമുട്ടുകളൊക്കെ ഈ 12-ലെ ശനി ഉണ്ടാക്കും. ബിസിനസ്സുകാർക്കൊക്കെ പ്രോഫിറ്റൊക്കെ കുറയാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും ശനി 12-ൽ പോകുമ്പോൾ. അതുമാതിരി പൊതുവെ കോൺഫിഡൻസൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ അലച്ചിലുകളുണ്ടാവും. ഈ അലച്ചിലുകളൊന്നും ദൂരയാത്രകളൊക്കെ കൊണ്ട് റിസൾട്ട് ഉണ്ടാവാത്തൊരു സാഹചര്യം വരിക. യാത്രകളുടെ ആവശ്യമായിട്ട് വരിക, പക്ഷേ യാത്ര കൊണ്ട് നമുക്ക് റിസൾട്ട് ഇല്ലാണ്ട് വരിക. അപ്പോൾ ശനി 12-ലെ ശനി കൊണ്ട് 7-ര ശനിയാണ്. 7-ര ശനിയുടെ തുടക്കം മാർച്ചിൽ തുടങ്ങുന്നതോടുകൂടി ശനി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങും മേടം രാശിക്കാർക്ക്. പിന്നെ വ്യാഴമാണ്. വ്യാഴം ഇപ്പോൾ 2-ലാണ് നിൽക്കുന്നത്. മെയ് വരെ 2-ലുണ്ടാവും വ്യാഴം. 2025 മെയ് വരെ. 2025 മെയ് വരെ 2-ലെ വ്യാഴം കൊണ്ട് വളരെ നല്ല ഗുണങ്ങളായിരിക്കും ഈ മേടം രാശിക്കാർക്ക് കിട്ടാൻ പോകുന്നു. ധനപരമായ നല്ല ഉയർച്ച ഉണ്ടാവും. 2 എന്ന് പറയുന്നത് ധനസ്ഥാനം കൂടിയാണ്. ധനസ്ഥാനമാണ്, വാക്സ്ഥാനമാണ്. ധനസ്ഥാനത്തിൽ വ്യാഴം നിൽക്കുന്ന ഒരു സമയത്ത് മേടം രാശിക്കാർക്ക് ധനപരമായ നല്ല ഉയർച്ച ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ ഈ 2024 അത് ഈ 2025 മെയ് വരെ ഉണ്ടാവുകയും ചെയ്യും. ജോലിയൊക്കെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാവും. ജോലി ഇല്ലാത്തവർക്കാണെങ്കിൽ പലർക്കും ജോലി കിട്ടിയിട്ടുണ്ടാവും. ജോലി അന്വേഷിച്ചെടുക്കണവർക്ക്, ഓൾറെഡി ജോലി ഉള്ളവരാണെങ്കിൽ അവർക്കൊരു പ്രൊമോഷനോ എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഗവൺമെൻറ് ജോലിയിൽ ഒക്കെ ആഗ്രഹിച്ച് നടക്കുന്നവരാണെങ്കിൽ കിട്ടിയിട്ടുണ്ടാവും PSC വഴി പലർക്കും. അതുമാതിരി തന്നെ നമ്മൾ ബിസിനസ്സിലുള്ളവരൊക്കെ ആണെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവും. അവരുടെ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ ഈ സമയത്ത് പറ്റിയിട്ടുണ്ടാവും. അത് മെയ് വരെ തുടരുകയും ചെയ്യും. അതുമാതിരി വാക്സ്ഥാനം കൂടിയാണ് 2. ഈ 2-ൽ വാക്സ്ഥാനത്ത് നിൽക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾക്കൊക്കെ ആൾക്കാർ വില കൽപ്പിക്കും. 4 ആൾ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കും. നമുക്കൊരു കീർത്തി ഉണ്ടാവും പൊതുജന മധ്യത്തിൽ. നമ്മുടെ ഓഫീസിലാണെങ്കിലും നമുക്കൊരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നൊരു സമയമായിരിക്കും. ലോയേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ല സമയമായിരിക്കും വാക്കുകൊണ്ട് കർമ്മം ചെയ്യുന്നതായ ആൾക്കാർക്ക്. ഇപ്പോൾ സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്നതായ ആളുകൾക്ക് അവർക്കൊക്കെ വളരെ നല്ല സമയമായിരിക്കും വ്യാഴം 2-ൽ നിൽക്കുന്ന സമയത്ത്. നമ്മുടെ ധനപരമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ലോണൊക്കെ ഉണ്ടെങ്കിൽ അടച്ചു തീരും. EMI ഒക്കെ എടുത്തു വരികയാണെങ്കിൽ അതൊക്കെ അടച്ചു തീരുന്നുണ്ടാവും അവരുടെ. അതുമാതിരി തന്നെ പുതിയ വരുമാന സ്രോതസ്സൊക്കെ പലർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടാവും. പൊതുവെ വ്യാഴം 2-ൽ നിൽക്കുമ്പോൾ മേടം രാശിക്കാർക്ക് മെയ് വരെ 2025 വരെ വളരെ നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും തരിക. പക്ഷേ ഈ വ്യാഴം മെയ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുന്നത് 3-ലേക്കാണ്. 3-ൽ പോകുമ്പോൾ വളരെ മോശം ഫലങ്ങളാണ് വ്യാഴം തരാൻ പോകുന്നത് മേടം രാശിക്കാർക്ക്. മോശം ഫലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ടെൻഷനാവും ഉണ്ടാവുക. വ്യാഴം 3-ലേക്ക് വരുമ്പോൾ
മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വളരെയധികം. ആങ്സൈറ്റി, ടെൻഷൻ, അതുകൊണ്ട് ശാരീരികമായി അത് ശരീരത്തിനെ ബാധിക്കാനും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപാട് വഴക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത് വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും. അപ്പോൾ വളരെ ക്ഷമയോടുകൂടി ആളുകളോട് പെരുമാറേണ്ട ഒരു സമയമാണ് വ്യാഴം 3-ൽ പോണത് 2025 മെയ്യോട് കൂട്ടിയിട്ട്. ഇല്ലെങ്കിൽ ഒരുപാട് വഴക്കുകൾ ഉണ്ടാവാനും ജോലിയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാനും അത് വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു സമയമാണ്. അതുമാതിരി തന്നെ ധനപരമായ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും നമുക്ക് കിട്ടാണ്ട് വരിക. അത് നമ്മുടെ പ്രവൃത്തി കൊണ്ടായിരിക്കാം, വാക്കുകൊണ്ടൊക്കെ ആയിരിക്കാം. അത് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടാത്ത വരുന്നൊരു സാഹചര്യം ഉണ്ടാവാം. പിന്നെ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നതായ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച രീതിയിൽ ചെയ്തെടുക്കാൻ നമുക്ക് പറ്റില്ല വ്യാഴം 3-ൽ നിൽക്കുന്ന ഒരു സമയത്ത്. പല തടസ്സങ്ങളുണ്ടാവും. 2-3 വട്ടം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വരാം. ബിസിനസ്സിലൊക്കെ ഉള്ളവർക്ക് അവർ വിചാരിച്ചതായ ഒരു പ്രോഫിറ്റ് കിട്ടാണ്ടിരിക്കുക, അവരുടെ ബിസിനസ്സിൽ വിചാരിച്ച രീതിയിൽ ധനവരവ് ഇല്ലാണ്ടിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വ്യാഴം 3-ലേക്ക് വരുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പൊതുവേ വഴക്കുണ്ടാവുന്നതാണ് സൂക്ഷിക്കേണ്ടത്. മാനസികമായ ടെൻഷനും പിരിമുറുക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ശരീരത്തിനെയും ബാധിക്കാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും വ്യാഴം 3-ൽ വരുന്നത്. 2025 മാർച്ച് മെയ്യോട് കഴിയുന്നതോടുകൂടി ശനി മോശം സ്ഥാനത്തൊക്കെയാണ് വരുന്നത്, വ്യാഴം മോശം സ്ഥാനത്തൊക്കെയാണ് വരുന്നത്. വളരെയധികം മെടക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതായ ഒരു സമയമാണ്. അപ്പോൾ ജാതകത്തിൽ ഇപ്പോൾ എന്ത് ദശയും നടക്കണമെന്നുള്ളത് അതും കൂടി ഒന്ന് നോക്കിച്ചിട്ട് ഒന്ന് നല്ല രീതിയിൽ പരിഹാരങ്ങൾ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ തട്ടുകേടില്ലാണ്ട് കുഴപ്പങ്ങളില്ലാണ്ട് പോകാൻ പറ്റും. അപ്പോൾ അത് നോക്കി കണ്ടും കാര്യങ്ങൾ ചെയ്യുക, ശ്രദ്ധിച്ച്. അടുത്തതായി പറയാനുള്ളത് കന്നിക്കൂറുകാരുടെ കാര്യമാണ്. കന്നിക്കൂറുകാർക്ക് 2025 മോശം ഫലങ്ങളാണ് വരാൻ പോകുന്നത്. 2024 കന്നിക്കൂറുകാർക്ക് വളരെ നല്ല സമയമായിരുന്നു. വ്യാഴം 9 ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യം വർദ്ധിക്കുന്നതും ധനപരമായും ജോലിയിലും എല്ലാം ഉയർച്ച വ്യാഴം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ശനി 6-ലായിരുന്നു. 6-ൽ ശനി നിൽക്കുന്നത് ഈ സമയത്ത് ശത്രുവിജയം, രോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ രോഗം മാറാനുള്ള സാധ്യത, പുതിയ ചികിത്സാ വഴികൾ കണ്ടെത്തി ശാരീരികമായ സുഖം, മാനസികമായ സുഖം, വിനോദയാത്രകൾ, ഇതെല്ലാം ഉണ്ടാവണ നല്ല ഫലങ്ങളാണ്. 6-ലെ ശനിയും 9-ലെ വ്യാഴം കൊണ്ട് വളരെ നല്ല സമയമായിരുന്നു 2024 അവർക്ക് കടന്നുപോയത്. അത് മാർച്ച് വരെ ശനി നല്ല സമയത്തിൽ തന്നെ നിൽക്കും, 6-ൽ തന്നെ നിൽക്കും. മാർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർച്ചോടുകൂടി ശനി 7-ലേക്ക് പോവുകയാണ്. അതും മോശം ഫലങ്ങളായിരിക്കും കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇവരുടെ ശരിക്കുള്ള ഈ 2025 ഫലങ്ങളെന്ന് നമുക്ക് നോക്കാം. പ്രസൻ്റ്ലി ശനി കന്നിക്കൂറുകാർക്ക് 6-ലാണ് നിൽക്കുന്നത്. 6-ലെ ശനി കൊണ്ട് വളരെ നല്ല ഫലങ്ങൾ പ്രസൻ്റ്ലി മാർച്ച് വരെ കന്നിക്കൂറുകാർക്ക് കിട്ടും. 2024 ശനിയെ കൊണ്ട് വളരെ നല്ല ഫലങ്ങളായിരിക്കും കന്നിക്കൂറുകാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ധനപരമായ ഉയർച്ചയിട്ടുണ്ടായിട്ടുണ്ടാവും. 6-ൽ നിൽക്കുന്ന സമയത്ത് രോഗമൊക്കെ ഉള്ളവർക്ക് രോഗമുക്തി കിട്ടിയിട്ടുണ്ടാവും. ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് അതിലൊക്കെ ഒരു ബാലൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതുമാതിരി വിനോദയാത്രകളൊക്കെ നടന്നിട്ടുണ്ടാവും. ധനപരമായ ഉയർച്ചയിട്ടുണ്ടായിട്ടുണ്ടാവും. ശത്രുക്കളൊക്കെ നമുക്കെതിരെ ചെയ്യുന്നതായ കാര്യങ്ങളൊന്നും ഫലിക്കേണ്ടി വരിക, ശത്രുക്കളും മിത്രങ്ങളായി മാറുക. പൊതുവേ നല്ല ഫലങ്ങളായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. പൊതുവേ നമ്മൾ കാര്യവിജയം കാര്യങ്ങളൊക്കെ ഇറങ്ങിത്തിരിക്കണ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് നടക്കുക, കാര്യവിജയമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. കാര്യതടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് നടന്നിട്ടുണ്ടാവും 6-ൽ ശനി നിൽക്കുന്നതായ സമയത്ത്. ഈ ശനിയാണ് 7-ലേക്ക് മാറാൻ പോകുന്നത്. 7-ൽ ശനി നിൽക്കുന്നതായ സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹമുണ്ടാവും. അതാണ് മെയിൻ കാര്യം. കുടുംബത്തിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാവും, അകൽച്ച ഉണ്ടാവാൻ സാധ്യതയുള്ള സമയങ്ങളാണ്. വളരെയധികം സൂക്ഷിച്ച് സംയമനത്തോടെ ഭാര്യ ഭർത്താക്കന്മാർ കൂടി പെരുമാറേണ്ടതായ ഒരു സമയമാണ് കന്നിരാശിക്കാർക്ക് ശനി മാർച്ചിൽ 7-ലേക്ക് മാറുന്നതോട് കൂടിയിട്ട്. അതുമാതിരി തന്നെ ജോലി സ്ഥലത്താണെങ്കിലും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. മാനസികമായ പിരിമുറുക്കവും ടെൻഷനും വിഷമങ്ങളൊക്കെ ഉണ്ടാവാനും ദുഃഖങ്ങളൊക്കെ പിരിമുറുക്കങ്ങളൊക്കെ മനസ്സിനെ അലട്ടാനും സാധ്യതയുള്ള ഒരു സമയമാണ്. കാര്യങ്ങളൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ 2-3 വട്ടമൊക്കെ ചെയ്യേണ്ടതായ അവസ്ഥകൾ വരാം കാര്യങ്ങൾ നടത്തി കിട്ടാനായിട്ട്. അതുമാതിരി തന്നെ ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ പല രീതിയിലുള്ള തടസ്സങ്ങളും മോശം പെർഫോമൻസും മടി മത്സരമൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുതന്നെയാണ് ബിസിനസ്സുകാർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രോഫിറ്റിൽ കുറവും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ധനപരമായ ബുദ്ധിമുട്ടുകളും ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അതുമാതിരി തന്നെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാവുക, കമിതാക്കളൊക്കെ പിരിഞ്ഞു പോകേണ്ടതായ അവസ്ഥകൾ വരിക, അതുമാതിരി ഒരു നൈരാശ്യം, പ്രേമ നൈരാശ്യം അങ്ങനെയുള്ളതൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ശനി 7-ൽ വരുമ്പോൾ.
അതുമാതിരി തന്നെ വ്യാഴം ഇപ്പോൾ 9-ലാണ് നിൽക്കുന്നത്. 9-ൽ ഭാഗ്യസ്ഥാനമായ 9-ൽ വ്യാഴം നിൽക്കുമ്പോൾ ഭാഗ്യ ഈശ്വരകടാക്ഷമൊക്കെ വർദ്ധിച്ചിരിക്കും. ജോലിയിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും ബിസിനസ്സിലാണെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനൊക്കെ പറ്റും. ജോലിയിൽ നല്ല രീതിയിൽ ചെയ്യുന്നതോടുകൂടി തന്നെ ധനപരമായ ഉയർച്ച ഉണ്ടാവും. കർമ്മത്തിൽ നിന്ന് നല്ല ധനവരവ് ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും. ഈ മെയ് 9 വരെയാണ് വ്യാഴം 9-ലുള്ളത്. അതുവരെ ധനപരമായ ഉയർച്ചയൊക്കെ ഉണ്ടാവും. റിയൽ എസ്റ്റേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. കുടുംബത്തിലൊക്കെ പൊതുവെ സുഖവും സന്തോഷവും സമാധാനമൊക്കെ ഉള്ള സമയമായിരിക്കും മെയ് വരെ വ്യാഴം 9-ൽ നിൽക്കുമ്പോൾ. പൊതുവേ വളരെ നല്ല സമയമാണ് 9-ൽ വ്യാഴം നിൽക്കുന്ന ഒരു സമയത്ത്. 2024 2025 മെയ് വരെയും വ്യാഴത്തിനെ കൊണ്ട് കന്നിരാശിക്കാർക്ക് കിട്ടാൻ പോകുന്നത്. അത് കഴിഞ്ഞാലാണ് വ്യാഴം 10-ലേക്ക് മാറുന്നത്. 10-ലേക്ക് വ്യാഴം മാറുന്നതോടുകൂടി കർമ്മസ്ഥാനമായ 10-ൽ വ്യാഴം വരുമ്പോൾ കർമ്മവ്യാഴമാണ്. അത് വളരെ മോശം ഫലങ്ങളായിരിക്കും നൽകുക. കർമ്മത്തിനെയാണ് അത് ബാധിക്കുക. കർമ്മത്തിനെ ബാധിക്കുക എന്ന് പറയുമ്പോൾ കർമ്മ വൈകല്യമൊക്കെ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാവാണ്ട് വരിക, ജോലിയൊക്കെ ട്രാൻസ്ഫറൊക്കെ ദൂര സ്ഥലത്തേക്കൊക്കെ കിട്ടുക. ഗവൺമെൻറ് ജോലിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് ഒരുപാട് ദൂരത്തേക്കൊക്കെ ട്രാൻസ്ഫർ കിട്ടുക. പ്രൈവറ്റ് ജോലിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ടാർഗറ്റ് എത്തിക്കാണ്ടും കാര്യങ്ങൾ നടക്കാണ്ടും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കർമ്മസ്ഥലത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് ആ ജോലി പോണ വാക്ക് വരെ എത്തുക. അതുമാതിരി ബിസിനസ്സൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിൽ പ്രോഫിറ്റ് കിട്ടാണ്ട് ബുദ്ധിമുട്ട് വന്നിട്ട് വേറെ ബിസിനസ് നോക്കേണ്ടതായ അവസ്ഥകൾ വരിക. കർമ്മത്തിൽ ചേഞ്ച് ഉണ്ടാവുക, നമ്മൾ ചെയ്യുന്നതായ കർമ്മത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക. അതുമാതിരി തന്നെ എന്താ പറയുക, നമുക്ക് കിട്ടേണ്ടതായ ധനം നമ്മൾ ചെയ്യുന്നതായ കർമ്മത്തിൽ നിന്ന് നമുക്ക് കിട്ടാണ്ട് വരിക. അതുമാതിരി നമ്മുടെ പെർഫോമൻസ് മോശമായി വരിക, കോവർക്കേഴ്സിൻ്റെ സഹകരണം ഇല്ലാണ്ട് വരിക. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കർമ്മത്തിൽ വ്യാഴം 10-ൽ വരുമ്പോൾ കന്നി രാശിക്കാർ മെയ് 2025 അനുഭവിക്കാൻ പോവാണ്. അത് ശനിയും 7-ലേക്ക് വരികയാണ്, വ്യാഴം 10-ലേക്കും വരികയാണ്. പൊതുവേ മോശം ഫലങ്ങളായിരിക്കും. ജോലി സ്ഥലത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുമാതിരി വീട്ടിലാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പെരുമാറുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിലും വഴക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പൊതുവേ ഇതെല്ലാം മാനസികമായ പിരിമുറുക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാം. അത് ശരീരത്തിന് ഇതിനെയും ബാധിക്കാം. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായൊരു സമയമാണ്. ഇപ്പോൾ പൊതുവേ നല്ല ദശാകാലം നടക്കുന്നതായ ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ എഫക്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ദശാകാലം നടക്കുന്നത് മോശമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, മഹാദശ മോശം ദശയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ജാതകം നോക്കി കാര്യങ്ങൾ ചെയ്യാം. കന്നിരാശിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് 2025 എന്ന് പറയുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും.